പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവലിൻ്റെ തുടർച്ച, 5-ാം ദിവസം. വായിക്കുന്നത് ഷീബ അജയകുമാർ. അവൻ തെല്ലിട നിർത്തി. ആ വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കി. ഈജിപ്റ്റ് പിരമിഡ്. അവരുടെ മുഖത്ത് എന്തെങ്കിലും ഭാവഭേദമുണ്ടോ? ഇല്ല. ആ കണ്ണുകൾ തികച്ചും നിർവികാരമായിരുന്നു. അവൻ ഒന്നും മിണ്ടിയില്ല. അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി, വാക്കുകൾ ഓരോന്നും വേർതിരിച്ചെടുത്ത് അവരുടെ മനസ്സിൽ അവ വ്യക്തമായി പതിയട്ടെ എന്ന ഭാവത്തോടെ. ഈജിപ്തിൽ പിരമിഡുകളുടെ സമീപത്ത് എന്നെ കൊണ്ടുചെന്ന് നിർത്തി അവൾ എന്നോട് പറഞ്ഞു, ഹാ, അതൊരു പെൺകുട്ടിയായിരുന്നു. ഇവിടെ തിരഞ്ഞോളൂ, നിനക്ക് വലിയൊരു നിധി കിട്ടും. നിധി കിടക്കുന്ന സ്ഥലം അവൾ കൃത്യമായി കാണിച്ചു തരാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഉണർന്നുപോയി. 2 പ്രാവശ്യവും മറുപടിയൊന്നും പറയാതെ ആ സ്ത്രീ ഏതാനും നിമിഷം എന്തോ ആലോചിച്ചിരുന്നു. വീണ്ടും അവൻ്റെ ഉള്ളംകൈയെടുത്ത് ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ നീ പ്രതിഫലമൊന്നും തരേണ്ട. തികഞ്ഞ ഗൗരവത്തോടെയാണവർ അതു പറഞ്ഞത്. പക്ഷേ എന്നെങ്കിലും ആ നിധി കൈക്കലാക്കിയാൽ അതിൻ്റെ 10-1 എനിക്ക് തരണം. തൽക്കാലത്തെ ലാഭം. അവൻ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. കയ്യിൽ 4 കാശ് തികച്ചില്ല. അതിൽ നിന്ന് 1 പങ്ക് ഇവർക്ക് കൊടുക്കാതെ കഴിഞ്ഞല്ലോ. ഒളിഞ്ഞ നിധി സ്വപ്നം കണ്ടതിൻ്റെ ഗുണം. എന്നാലും അവൻ പറഞ്ഞു, ശരി, സമ്മതിച്ചു. എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥമെന്താണ്? അത് പറഞ്ഞില്ലല്ലോ. പറയാം. അതിനു മുമ്പ് നീ എനിക്ക് വാക്കു തരണം. ഞാൻ പറയാൻ പോകുന്നതിന് പ്രതിഫലമായി നിനക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ 10-1 എനിക്ക് തരാമെന്ന്. അവർ വീണ്ടും അതുതന്നെ പറഞ്ഞു. ശരി, ഞാൻ വാക്കു തരുന്നു. കർത്താവിൻ്റെ ഈ തിരുഹൃദയമാണ് സത്യം. നിധി കിട്ടിയാൽ അതിൻ്റെ 10-1 നിങ്ങൾക്ക്. ഈ സ്വപ്നത്തിൽ അത്ര അസാധാരണമായി ഒന്നും കാണുന്നില്ല. എനിക്ക് അത് വ്യാഖ്യാനിച്ചു തരാൻ കഴിയും. കുറച്ച് പ്രയാസപ്പെടണമെന്നു മാത്രം. അതുകൊണ്ടാണ് നീ കണ്ടെത്തുന്നതിൻ്റെ ഒരോഹരി എനിക്കും അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നത്. ഒന്ന് നിർത്തി കുറച്ച് നേരം എന്തോ ആലോചിച്ചിരുന്നതിന് ശേഷമാണ് പിന്നീടവർ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം തീർച്ചയായും നീ പിരമിഡുകൾ തേടി പോകണമെന്നുതന്നെയാണ്. അതെവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അത് പറഞ്ഞു തന്നത് ഒരു കൊച്ചു കുട്ടിയല്ലേ. ആ വാക്കുകൾ വെറുതെയാവില്ല. പൊയ്ക്കോളൂ, ഒട്ടും ശങ്കിക്കേണ്ട. നീ ആ നിധി കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ നീ ഒരു ധനവാനുമാവും. അവന് അത്ഭുതം തോന്നി, ഒപ്പം നീരസവും. ഇത് കേൾക്കാൻ വേണ്ടിയാണോ താൻ ഇത്ര നേരം കാത്തിരുന്നത്? സാരമില്ല, കാശൊന്നും ചെലവാക്കേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വായന എന്ന ലോകത്തു നിന്നും വഴുതിപ്പോയ, കുടുംബിനികളുടെ റോളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുടുംബത്തിലെ സ്ത്രീകളെ കുടുംബശ്രീയിലൂടെ വായനയുടെ ലോകത്തേക്ക് തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പൂജ കുടുംബശ്രീ തുടങ്ങിയ കർക്കിടക വായനാ വാരത്തിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.